നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ISL മത്സരത്തിൽ നടന്ന മത്സരത്തിനെ പറ്റി നോക്കാം. ഹൈദരാബാദ് FC വേഴ്സസ് ഒഡീഷ FC മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. കരുത്തരായ ഒഡീഷ FC വീണ്ടും വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഹൈദരാബാദ് FCക്ക് ഒരു വമ്പൻ തോൽവി. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഒഡീഷ FC ഇന്നലെ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഒഡീഷ FCക്ക് വേണ്ടി ഡിഗോ മൗറിഷോ എന്ന് പറയുന്ന വിദേശ താരം 27 മിനിറ്റിലും 75 മിനിറ്റിലും ഗോളുകൾ അടിച്ചു കൂട്ടുക തന്നെയായിരുന്നു. അതേപോലെ തന്നെ റോയ് കൃഷ്ണയുടെ വകയും 45 മിനിറ്റിൽ ഒരു ഗോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. റോയ് കൃഷ്ണ ഇപ്പോൾ ടോപ്പ് ഗോൾ സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുകയാണ്. ഡിമിട്രിയോസ് തൊട്ട് പിറകെ തന്നെയുണ്ട്. എന്തായാലും ആര് ടോപ്പ് ഗോൾ സ്കോറർ പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് കണ്ടു തന്നെ ഇരിക്കണം. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയേണ്ടത് ഹൈദരാബാദ് FCയുടെ ഈ മോശം പ്രകടനം കാഴ്ചവെക്കുന്നതിൻ്റെ ഒറ്റ കാരണമുള്ളൂ. പല താരങ്ങളും ഇപ്പോൾ ടീം വിട്ടിരിക്കുകയാണ്. വിദേശ താരങ്ങൾ എല്ലാവരും പോയി എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും. അതേപോലെ തന്നെ എടുത്തതായി പറയേണ്ടത് ഹൈദരാബാദ് FCയുടെ കോച്ചിങ് സ്റ്റാഫിനൊന്നും സാലറി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈദരാബാദ് FCയുടെ മോശം പ്രകടനം കാഴ്ചവെക്കട്ടെ. ചെറിയ ഇന്ത്യൻ താരങ്ങളെ വെച്ചാണ് മത്സരങ്ങളെല്ലാം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുമെന്ന് കരുതാം. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം, ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ഡിമിട്രിയോസിന് ഇപ്പോൾ പരിക്ക് പറ്റിയതായിട്ട് നമുക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിന് പല മത്സരങ്ങളും നഷ്ടമാകാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. എന്തായാലും ഡിമിട്രിയോസ് എത്രയും പെട്ടെന്ന് പരിക്ക് മാറി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജോയിൻ ചെയ്യട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. ട്രെയിനിങ് സെക്ഷനിൽ എത്രയും പെട്ടെന്ന് ഇറങ്ങട്ടെ എന്നും ആശംസിക്കാം. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായ പെരേര ഡയസിന് ഇപ്പോൾ വമ്പൻ വിലക്ക് കിട്ടിയിരിക്കുകയാണ്. സൂപ്പർ കപ്പ് മത്സരത്തിന് ഇടയിൽ ഉണ്ടായ സംഭവത്തിനെ തുടർന്ന് മുംബൈ സിറ്റി FCയുടെ വിദേശ താരമായ ഡയസിന് 4 മത്സരങ്ങളിൽ ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും വമ്പൻ വിലക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇനി പല മത്സരങ്ങളിലും ഇനി ഡയസിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഗൈസ്, വീഡിയോ ഇവിടെ വെച്ചെടുത്ത് കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.